കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വീട്ടിലായിരിക്കുകയാണ് CPM ഒപ്പം PP ദിവ്യമൊക്കെ. പ്രാഥമിക റിപ്പോർട്ടിൽ നവീൻ ബാബു കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതോടെ നടന്നത് വ്യക്തിഹത്യയാണെന്ന് തെളിയുകയാണ്. ദിവ്യയെ ന്യായീകരിച്ച് രംഗത്ത് വന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇതോടെ ഉത്തരം മുട്ടുകയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ നേരത്തെ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഇത്തരം പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. കാരണം ഉണ്ടായത് വ്യക്തിഹത്യ തന്നെയാണ്. എന്നാൽ വ്യക്തിഹത്യ അത് ഒരാളുടെ മരണത്തിലേക്ക് എത്തിയപ്പോൾ പിന്നീട് അവിടെ അതിനെ ന്യായീകരിക്കാൻ പല കഥകളും പല സ്ക്രിപ്റ്റുകളും ഒക്കെ വേണ്ടി വന്നു. അങ്ങനെയാണ് കൈക്കൂലിയിലേക്ക് എത്തുന്നത്, മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നു. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ കണ്ടു. സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അത് പ്രശാന്ത് മുന്നോട്ട് വെച്ചത് ആരോപണം മാത്രമാണ്, അല്ലാതെ യാതൊരു തെളിവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതോടുകൂടി PP ദിവ്യയും CPMൻ്റെ കണ്ണൂർ ഘടകവും ഒക്കെ ഉത്തരം മുട്ടുകയാണല്ലേ? അങ്ങനെ തന്നെ പറയണം ഉമേഷ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ വിഷയമുണ്ടാകുന്നു, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നു. പിറ്റേ ദിവസം ദിവ്യയുടെ വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അന്ന് പൊതിഞ്ഞ് സംരക്ഷിച്ചത് CPMൻ്റെ വനിതാ വിഭാഗം നേതാക്കളും ആ പ്രദേശത്തെ CPM പ്രവർത്തകരുമൊക്കെയാണ്. അന്ന് വീടിന് കാവൽ നിന്നതും അവിടേക്ക് പോലീസിനേക്കാളും കൂടുതൽ ആളുകളെത്തി അവർക്ക് സംരക്ഷണം ഒരുക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇത് വലിയ വിവാദമായി മാറുന്നു. ഈ വിവാദമായി മാറുന്ന സമയത്ത് മറ്റ് ചില ജില്ലകളിലെ ചില നേതാക്കളെങ്കിലും ആ കാര്യത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നു. അപ്പോഴും CPMൻ്റെ കണ്ണൂർ ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒക്കെ കൃത്യമായ സംരക്ഷണം ദിവ്യയ്ക്ക് ഒരുക്കി നൽകിയിരുന്നു. ദിവ്യ ഒരിക്കലും തെറ്റായൊരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല, ദിവ്യ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചില ആരോപണങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ നേതാക്കന്മാർക്കെല്ലാം പറയാനുള്ളത്. ഈ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് നമ്മളാരുമല്ല, അതിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. അങ്ങനെ നവീൻ ബാബുവിനെ മരിച്ചതിന് ശേഷവും CPM കൃത്യമായി വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇടത് സൈബർ ഹാൻഡിലുകളിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ അല്ലെങ്കിൽ ഈ അഴിമതി കഥകളൊക്കെ പ്രചരിപ്പിച്ച് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു കത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കത്ത് തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏത് രീതിയിലാണോ ഈ ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, അതോടൊപ്പം തന്നെ നവീൻ ബാബുവിനെ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അതേ മാർഗത്തിൽ തന്നെ നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം കൃത്യമായി ഇടത് സൈബർ ഹാൻഡിലുകളും CPMഉം നടത്തി എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. അന്ന് പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതിയിലെ ഒപ്പും അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അഫിഡവിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒപ്പും തമ്മിലുള്ള പൊരുത്തക്കേടുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. കൃത്യമായ വിമർശനങ്ങൾ ഒന്നതാണ്. അന്ന് തന്നെ ഒരു ധാരണ ഉണ്ടായതാണ്. പ്രത്യേകിച്ച് ഈ പരാതിയൊക്കെ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളതുമൊക്കെ പൊതുജനത്തിന് ബോധ്യമായൊരു വിഷയം തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷേ എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിനെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ചത് ഭരണകക്ഷി പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അവരുടെ അനുയായികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതേ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന സംവിധാനത്തിന്റെ കീഴിലുള്ള വിജിലൻസ് പോലെ ഒരു സംവിധാനം കൃത്യമായി പറയുന്നു, നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതായി യാതൊരു തെളിവുമില്ല. കൈക്കൂലി നൽകിയെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തെളിവ് നൽകാൻ ഈ പറയുന്ന രീതിയിൽ TV പ്രശാന്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനം വരുന്നു. അങ്ങനെ കൃത്യമായി കള്ളി പൊളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിജിലൻസ് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി ഈ നേതാക്കളൊക്കെ എന്ത് പറയും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ദിവ്യയെ സംരക്ഷിച്ചു പിടിച്ച, ദിവ്യ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ നവീൻ ബാബുവിൻ്റെ ചെയ്തികളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിച്ച നേതാക്കളൊക്കെ ഇനി എന്ത് മറുപടി പറയും എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഇപ്പോൾ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള നവീൻ ബാബുവിനെ സംബന്ധിച്ച് നവീൻ ബാബു എപ്പോഴും ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ആളാണ്. മാത്രമല്ല CPM സർവീസ് സംഘടനയോട് ചേർന്ന് പോകുന്ന ഒരാൾ. അങ്ങനെ CPMൻ്റെ ഒരു ചിന്താധാരയോട് ചേർന്ന് പോകുന്ന കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും ഒക്കെ അത്തരമൊരു രീതിയിൽ ചിന്തിച്ചു പോകുന്ന അത്തരം ചിന്താധാരയെ പിന്തുടരുന്ന ആളുകൾ, അത്തരം ആൾക്ക് നേരെ പോലും ഇങ്ങനെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുക, മരണശേഷം പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് കഥകൾ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ഒരു ചിന്താധാര, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഏത് തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനം എന്നതൊക്കെ വലിയ ഒരു ചോദ്യമായി വന്നപ്പോഴാണ് ഇത്തരം ആരോപണങ്ങളിലേക്കും ഇത്തരം കത്തുകളിലേക്കും ഒക്കെ പോയത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ എന്ത് മറുപടി ഇതിലൊക്കെ പറയുമെന്നത് വലിയ ആശയക്കുഴപ്പമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനിടയിൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അനൗദ്യോഗിക പ്രതികരണങ്ങളോ വിവാദങ്ങളോ PP ദിവ്യക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ പാർട്ടിക്കുള്ളിൽ? പ്രത്യേകിച്ച് ഈ ജില്ലാ സമ്മേളനത്തിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലോ.
ഏരിയ സമ്മേളനങ്ങളൊക്കെ പി ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളൊക്കെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ഭാഗത്തൊക്കെ നടന്ന സമ്മേളനങ്ങളൊക്കെ സമാനമായ വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സമ്മേളനവും സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും പി ദിവ്യയുടെ വിഷയവും പി ദിവ്യയ്ക്ക് കണ്ണൂർ ഘടകമൊക്കെ നൽകിയ സംരക്ഷണമൊക്കെ ആ സമ്മേളനത്തിൽ ചർച്ചയാകാനും വിമർശനത്തിനുള്ള സാധ്യതയെല്ലാം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനും CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ വലിയ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമാനമായ ഒരു വിമർശനം എന്തായാലും CPMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സംബന്ധിച്ച വാർത്തകൾ എന്തായാലും പുറത്തു വരും എന്നുള്ള കാര്യവും തർക്കമില്ല. എന്തായാലും ഈ ആദ്യഘട്ടം മുതൽ ഉമേഷ് സൂചിപ്പിച്ചൊരു കാര്യത്തിൽ നേരത്തെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പിന്തുണയുണ്ട്. കാരണം നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ആദ്യം പറഞ്ഞത് മുൻപ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു, നമ്മൾക്കറിയാവുന്ന ഒരാളല്ലേ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ, അദ്ദേഹത്തെ പറ്റി ഇങ്ങനൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് തൊട്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു ജനസേവകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി എന്താണ് എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ CPM നേരത്തെ പറഞ്ഞതുപോലെ CPM നേതാക്കൾ അദ്ദേഹത്തിന് ഒരു സംശയ നിലയിൽ നിർത്താനുള്ള ശ്രമം നടത്തി. അത് ദിവ്യയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി അത്തരമൊരു കാര്യത്തിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. എന്തായാലും അതിൽ പാർട്ടിയിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചില സംസ്ഥാന നേതാക്കളെങ്കിലും CPMന്റെ സംസ്ഥാന സമിതിയിലടക്കം ഈ നയത്തിലും നിലപാടിലുമൊക്കെ നേതാക്കളെ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ സമാനമായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട്. പക്ഷേ നേതൃത്വം ഇനിയെങ്കിലും തിരുത്തുമോ എന്നുള്ളതാണ് ഉമേഷ് അതിൽ ബാക്കിയാകുന്ന ഒരു ചോദ്യം. എന്തായാലും ഉമേഷ്, വിജിലൻസ് റിപ്പോർട്ടോടുകൂടി CPM വലിയ വെട്ടിലായിരിക്കുകയാണ്. ഇനി എന്ത് മറുപടി പറഞ്ഞ് ന്യായീകരിക്കും? പി ദിവ്യൊക്കെ ചേർത്ത് പിടിക്കുന്ന നേതാക്കന്മാരിനി എന്ത് മറുപടി പറഞ്ഞ് ന്യായീകരിക്കും? എന്തായാലും CPM ആയതുകൊണ്ട് ക്യാപ്സൂളിന് പഞ്ഞൊന്നും ഉണ്ടാവില്ല. വരുന്ന ദിവസങ്ങളിലൊക്കെ പുതിയ ക്യാപ്സൂളുകൾ, പുതിയ ന്യായീകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.